ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ NTPC വേണ്ടിയുള്ള ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി നമ്മൾ നോബൽ പ്രൈസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഈ ആർട്സ് ആൻഡ് കൾച്ചർ ഈ ഒരു ടോപ്പിക്കിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് തൊട്ട് മുന്നേ, അതായത് 2022-23 നടന്ന എക്സാംസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഈ ആർട്സ് ആൻഡ് കൾച്ചറിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? ഫെസ്റ്റിവൽസ് ആണ് കേട്ടോ. ഫെസ്റ്റിവൽസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി തുടങ്ങാം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. The Hornbill Festival is a famous tribal festival. It is celebrated in which of the following northeastern state of India? ഇത് നമ്മൾ കുറേ വട്ടം കേട്ടിട്ടുള്ള ഫെസ്റ്റിവൽ തന്നെയാണ് അല്ലേ, ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണെന്ന്. നിങ്ങൾക്ക് ആൻസർ അറിയുന്നുണ്ടാവാം. ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ നാഗാലാൻഡിലാണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ നാഗാലാൻഡ്. ഇനി ഇതിനെപ്പറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് കണക്റ്റഡ് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ബിക്കോസ് ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, കണക്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടത് ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് പേരിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. സോ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നു, ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ ഫെസ്റ്റിവൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ, ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇനി ഓർക്കേണ്ടത്, ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് മന്ത് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ, ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഡിസംബർ മന്ത് ആണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് മാസം സെലിബ്രേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഡിസംബർ മന്ത്. ഇനി ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഡിസംബറിൽ ഏത് ദിവസമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ഫെസ്റ്റിവൽ ആണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചുകൊള്ളുക, ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് 10 days ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് 10 days ഫെസ്റ്റിവൽ ആണ്. ഇനി ഇത് എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 1 to 10 ആണ് കേട്ടോ. ഡിസംബർ 1 to 10 ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഹോൺബിൽ ഫെസ്റ്റിവൽ ആദ്യം എവിടെയാണെന്ന് പഠിക്കുന്നു, നാഗാലാൻഡ്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡിസംബർ. ഇതൊരു 10 days ഫെസ്റ്റിവൽ ആണ്. ഡിസംബർ 1 to 10 ആണ് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത്ര ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. On which day is Gudi Padwa celebrated in the month of Chaitra as per Hindu calendar? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഗുഡി പഡ്വ ഫെസ്റ്റിവൽ ചൈത്ര മന്തില് ഏത് ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഗുഡി പഡ്വ ഫെസ്റ്റിവൽ ചൈത്ര മന്തില് ഏത് ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ചൈത്ര മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ മാർച്ച് ഏപ്രിൽ മന്താണ് കേട്ടോ. ഹിന്ദു കലണ്ടറിൽ ചൈത്ര മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ മാർച്ച് ഏപ്രിൽ മന്താണ്. ഇനി ഗുഡി പഡ്വ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയാണ് കേട്ടോ. ഗുഡി പഡ്വ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഇതെന്ന് പറയുന്നത് ഗുഡി പഡ്വ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേട്ടോ. മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് ഗുഡി പഡ്വ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗുഡി പഡ്വ ഫെസ്റ്റിവൽ ചൈത്ര മന്തിന്റെ ആദ്യത്തെ ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ അങ്ങ് പഠിക്കുക. ഗുഡി പഡ്വ ഫെസ്റ്റിവൽ മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഗുഡി പഡ്വ ഫെസ്റ്റിവൽ. ഈ ഗുഡി പഡ്വ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ചൈത്ര മന്തിലാണ്. ചൈത്ര മന്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഗുഡി പഡ്വ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്തായിരുന്നു, മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറഞ്ഞു തന്നു, ഗുഡി പഡ്വ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു തന്നു. ഇതുപോലെ എക്സാമിന് ചോദിക്കുന്നതാണ്
തമിഴ്നാടിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. ഓക്കെ, തമിഴ്നാടിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പുത്താണ്ടു ആണ് കേട്ടോ. തമിഴ്നാടിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പുത്താണ്ടു. ഇനി സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിക്കാം. സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ലൊസൂങ് ഫെസ്റ്റിവൽ ആണ് കേട്ടോ. സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? ലൊസൂങ് ഫെസ്റ്റിവൽ ആണ് സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. സോ ഇതിൻ്റെ കൂടെ അത് രണ്ടും കൂടി പഠിച്ചു വെച്ചേക്കുക. തമിഴ്നാടിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്താണ്ടു. സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലൊസൂങ്. ഇനി മണിപ്പൂരിൻ്റെ കൂടെ നോക്കാം കേട്ടോ. മണിപ്പൂരിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ, മണിപ്പൂരിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ചെയ്റോബ. ഓക്കെ, മണിപ്പൂരിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? ചെയ്റോബ. സോ നമ്മൾ 4 ഫെസ്റ്റിവൽ ആണ് ന്യൂ ഇയർ ആയിട്ട് പഠിച്ചത്. ഗുഡി പഡ്വ ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിലാണ്. ദെൻ പുത്താണ്ടു ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമിഴ്നാട്. സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ലൊസൂങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ദെൻ മണിപ്പൂരിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്റോബ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണിതാ. The tribal people of which Indian state celebrate Sarhul festival where a salt tree is worshipped for health and prosperity? അപ്പോൾ സാർഹുൾ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സാർഹുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ജാർഖണ്ഡിലാണ് കേട്ടോ. ഈ സാർഹുൾ ഫെസ്റ്റിവലിനെ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നു. അതുകൂടി പഠിച്ചു വെക്കുക കേട്ടോ. സാർഹുൾ ഫെസ്റ്റിവലിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ സാർഹുൾ ഫെസ്റ്റിവൽ. സാർഹുൾ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ ജാർഖണ്ഡിലാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. സാർഹുൾ ഫെസ്റ്റിവൽ ഏത് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ സ്പ്രിംഗ് സീസണിലാണ് കേട്ടോ. സാർഹുൾ ഫെസ്റ്റിവൽ ഏത് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സ്പ്രിംഗ് സീസണിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ ബേസ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടത്. സാർഹുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാർഖണ്ഡ്. ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നു. ദെൻ ഇത് ഏത് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസണിലാണ്. ഓക്കെ, ഇതാണ് എല്ലാം NTPCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, തൊട്ട് താഴെ ഏത് ഷിഫ്റ്റിൽ എപ്പോൾ ചോദിച്ചു എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം കോൺസെപ്റ്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2016 ചോദിച്ചത് വീണ്ടും 21 ചോദിച്ചു, 21 തന്നെ പല ഷിഫ്റ്റുകളിൽ ചോദിച്ചു എന്ന്. സോ അപ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചോദിക്കാം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്റ്റഡ് ഫാക്റ്റുകളായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. with which state is നബക്കലെ വാര ഫെസ്റ്റിവൽ ഈസ് അസോസിയേറ്റഡ്? നബക്കലെ വാര ഫെസ്റ്റിവൽ ചില സ്ഥലങ്ങളുണ്ടല്ലോ, ഈ ബിക്ക് രണ്ടും പകരം വി എന്ന് പറയുന്ന ആ ഒരു സ്പെല്ലിങ്ങിലും ഈ ഒരു ഫെസ്റ്റിവലിനെ കണ്ടിട്ടുണ്ട്. നബക്കലെ വാര ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണെന്നാ ക്വസ്റ്റ്യൻ. സോ പഠിച്ചു വെച്ചോളുക. നബക്കലെ വാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ ഏത് ടെമ്പിളിലാണെന്ന് ചോദിച്ചതിന് ആൻസർ പുരി ജഗന്നാഥ് ടെമ്പിളിലാണ് കേട്ടോ. നബക്കലെ വാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിളിലാണ്. ഓക്കെ, നബക്കലെ വാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിളിലാണ് നബക്കലെ വാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒഡീഷയിലെ ഏത് ടെമ്പിളിൽ? പുരി ജഗന്നാഥ് ടെമ്പിളിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലെ തന്നെ നബക്കലെ വാര ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം. ചിലപ്പം ക്വസ്റ്റ്യൻ ആയിട്ട് വരിക ഏത് ടെമ്പിളിലാണെന്നായിരിക്കും. അപ്പോൾ ഏത് ടെമ്പിളിലാണ്? പുരി ജഗന്നാഥ് ടെമ്പിൾ. ഡയറക്റ്റ്ലി എക്സാം ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. പുരി ജഗന്നാഥ് ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലാണ്. പുരി ജഗന്നാഥ് ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആനന്ദവർമ്മൻ. ഈ ആനന്ദവർമ്മൻ ഏത് ഡൈനാസ്റ്റിയിലെ റൂളറാണ്? അല്ലെങ്കിൽ പുരി ജഗന്നാഥ് ടെമ്പിൾ ഏത് ഡൈനാസ്റ്റിയാണ് ബിൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗംഗ ഡൈനാസ്റ്റിയാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. സോ പഠിച്ചു വെക്കുക, ഗംഗ ഡൈനാസ്റ്റി. സോ ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചോളുക. നബക്കലെ വാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിളിലാണ്. അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, പുരി ജഗന്നാഥ് ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് ആനന്ദവർമ്മനാണ്. ഇനി ഒരു പക്ഷേ പുരി ജഗന്നാഥ് ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് ഏത് ഡൈനാസ്റ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഗംഗ ഡൈനാസ്റ്റി. ഇങ്ങനെയാണെങ്കിൽ ടെമ്പിൾ
ഫെസ്റ്റിവൽസ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഡയറക്റ്റ് സ്റ്റേറ്റും ചോദിക്കും, ദെൻ അവിടെ ഏത് ടെമ്പിളിലാണെന്ന് ചോദിക്കും. അത്തരത്തിൽ രണ്ടെണ്ണം കൂടി നമുക്ക് പഠിച്ചു വെക്കാം. ഡൂങ്ക്രി ഫെസ്റ്റിവൽ കേട്ടോ, ഡൂങ്ക്രി ഫെസ്റ്റിവൽ. ഈ ഡൂങ്ക്രി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഡൂങ്ക്രി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ഏത് ടെമ്പിളിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹഡിംബ ദേവി ടെമ്പിൾ ആണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ ഹഡിംബ ദേവി ടെമ്പിൾ, ഹിമാചൽ പ്രദേശിലെ ഹഡിംബ ദേവി ടെമ്പിളിലാണ് ഡൂങ്ക്രി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് അംബുബാച്ചി മേള കേട്ടോ. അംബുബാച്ചി മേള, അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമിലാണ്. ഇനി ആസാമിൽ ഏത് ടെമ്പിളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ കാമക്യ ടെമ്പിൾ ആണ് കേട്ടോ. ആസാമിൽ ഏത് ടെമ്പിളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ കാമക്യ ടെമ്പിൾ ആണ്. ഓക്കെ, സോ അത് രണ്ടും ഓർത്തിരിക്കുക. ഡൂങ്ക്രി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിൽ ഏത് ടെമ്പിളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹഡിംബ ദേവി ടെമ്പിൾ. അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നത് ആസാമിലാണ്. ആസാമിൽ ഏത് ടെമ്പിളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമക്യ ടെമ്പിൾ. ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്, അതുകൂടി പറയാം. അംബുബാച്ചി മേള മഹാകുംഭ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ കേട്ടോ. മഹാകുംഭ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിനും ആൻസർ അംബുബാച്ചി മേളയാണ്. ചിലപ്പോൾ ടെമ്പിളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരൂല, ഡയറക്ട്ലി സ്റ്റേറ്റ് ആയിരിക്കും. ഡൂങ്ക്രി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്. അംബുബാച്ചി മേള ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാം. ഇനി ഏത് ടെമ്പിൾ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെയും നമുക്ക് മാർഗ്ഗം നഷ്ടപ്പെട്ടു പോകരുത്, കൃത്യമായിട്ട് തന്നെ ആൻസർ പറയുക. ഡൂങ്ക്രി ഫെസ്റ്റിവൽ ഹിമാചൽ പ്രദേശിലെ ഹഡിംബ ദേവി ടെമ്പിളിലും അംബുബാച്ചി മേള ആസാമിലെ കാമക്യ ടെമ്പിളിലും സെലിബ്രേറ്റ് ചെയ്യുന്നു. മഹാകുംഭ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് അംബുബാച്ചി മേള എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പുരി ജഗന്നാഥ് ടെമ്പിൾ അല്ലേ. പുരി ജഗന്നാഥ് ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്നത് ആനന്ദവർമ്മൻ. ആനന്ദവർമ്മൻ ഏത് ഡൈനാസ്റ്റിയിലെ റൂളർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗ ഡൈനാസ്റ്റിയിലെ റൂളർ ആണ്. ദെൻ അതിൻ്റെ കൂടെ ഓർക്കേണ്ടത് പുരി ജഗന്നാഥ് ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് നബക്കലെ ബാര ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പൊങ്കൽ, a harvest festival is dedicated to the. പൊങ്കൽ എന്ന് പറയുന്നത് ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് അല്ലേ. പൊങ്കൽ എന്ന് പറയുന്നത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് അല്ലേ. ഈ പൊങ്കൽ എവിടെ, ഏത് സ്റ്റേറ്റിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്? തമിഴ്നാടിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് പൊങ്കൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പുത്താണ്ടും തമിഴ്നാടിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നതാണ് ഏതെന്ന് പൊങ്കലും എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ അതല്ല. പൊങ്കൽ എന്ന് പറയുന്നത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ആണ്? പൊങ്കൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ ഗോഡ്. ഓക്കെ, ഇനി ഈ പൊങ്കലിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഞാൻ കണക്ട് ചെയ്ത് പറയുന്ന ഓരോ പോയിന്റ്സും നമ്മുടെ എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസാണ്. സോ അതൊന്നും സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കരുത്. പഠിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു പൊങ്കൽ എന്ന് പറയുന്നത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞു. ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെന്നും പറഞ്ഞു. ഇനി ഓർക്കേണ്ടത് പൊങ്കൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 days ഫെസ്റ്റിവൽ ആണ് കേട്ടോ. പൊങ്കൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആൻസർ ഇത് 4 days ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ ഒരു തവണ നമ്മുടെ എക്സാമിന് ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പൊങ്കലിൽ 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ ഓക്കെ, അപ്പോൾ പ്രോപ്പർലി ആ ഓർഡർ അറിഞ്ഞിരുന്നാലേ 4th ഡേയിലെ പൊങ്കൽ ഏതാണെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. സോ അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. പൊങ്കൽ 4 days ആണെന്ന് ഇപ്പം നമുക്കറിയാം. പൊങ്കൽ ഡെഡിക്കേറ്റഡ് ടു സൺ ആണെന്നറിയാം. ഇനി പൊങ്കൽ 4 daysൽ 4 daysലും സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ 4 പേരിലാണ് പറയുന്നത് അല്ലേ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലാണ് ഭോഗി പൊങ്കൽ. ഫസ്റ്റ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലാണ് ഇത് ഭോഗി പൊങ്കൽ. സെക്കൻഡ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലാണ് സൂര്യപ്പൊങ്കൽ. സൂര്യപ്പൊങ്കൽ. തേർഡ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലാണ് മാട്ടുപ്പൊങ്കൽ. ഫോർത്ത് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലാണ് കാനം പൊങ്കൽ. കാനം പൊങ്കൽ. ഓക്കെ,
അപ്പോൾ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് 4 days ആയിട്ട്. 4 daysലും സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ 4 പേരിൽ പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഭോഗിപ്പൊങ്കൽ, സെക്കൻഡ് ഡേ ആണെങ്കിൽ സൂര്യപ്പൊങ്കൽ, തേർഡ് ഡേ ആണെങ്കിൽ മാട്ടുപ്പൊങ്കൽ, ഫോർത്ത് ഡേ ആണെങ്കിൽ കാനം പൊങ്കൽ. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ആ 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ ഏതാണെന്ന്. അതിന് ആൻസർ എന്താണ്? കാനം പൊങ്കലാണ്. ഓക്കെ, പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് 4 days ആയിട്ട്. ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. ഇനി പൊങ്കൽ ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് മാസമാണ് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? സോ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരി മന്തിലാണ്. അതുകൂടി ഓർക്കുക. സോ ഇത്രയും കണക്ട് ചെയ്ത് ഞാൻ ഒന്നുകൂടി പറയാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പൊങ്കൽ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ്. ദ ഫെസ്റ്റിവൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ് സൺ. അതിൻ്റെ കൂടെ ഓർക്കേണ്ടത് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരി മന്തിലാണ്. ഇതൊരു 4 days ഫെസ്റ്റിവൽ ആണ്. ഈ 4 days ഫെസ്റ്റിവലിന് 4 daysലും 4 പൊങ്കലായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഭോഗിപ്പൊങ്കൽ, സെക്കൻഡ് ഡേ ആണെങ്കിൽ സൂര്യപ്പൊങ്കൽ, തേർഡ് ഡേ ആണെങ്കിൽ മാട്ടുപ്പൊങ്കൽ, ഫോർത്ത് ഡേ ആണെങ്കിലോ കാനം പൊങ്കൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, പീപ്പിൾ ഓഫ് Punjab and Haryana celebrate Baishagi festival or Vaishagi by thanking God for good. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? ബൈശാഖി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ എന്തും പറയും, വൈശാഖി ഫെസ്റ്റിവൽ എന്ന് പറയും. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടേക്കാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. പഞ്ചാബ് ആൻഡ് ഹരിയാന എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽ ആണ്? ഇത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ തന്നെയാണ് കേട്ടോ. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്? ബൈശാഖി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തവണ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു. 1699 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് കേട്ടോ. 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ്. 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഫോം ചെയ്തു കേട്ടോ. 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഫോം ചെയ്തു. ഇത് സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, കൽസാ പന്ത് എന്ന് പറയുന്നത് കേട്ടോ. സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് എന്ന് പറയുന്നത് കൽസാ പന്ത് എന്ന് പറയുന്നത്. അപ്പോൾ 1699 ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഫോം ചെയ്തു. ഈ ഒരു ഇവന്റിനെ കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. അതുകൂടാതെ തന്നെ നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൽസാ പന്ത് ഫോം ചെയ്യുന്ന വർഷം എന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കൽസാ പന്ത് ഫോം ചെയ്യുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അത് രണ്ടും പഠിച്ചു വെക്കുക. ഡയറക്റ്റ്ലി അത് രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 1699 ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഫോം ചെയ്തു. ഈ ഒരു ഇവന്റിനെ കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? സോ അതിന് ആൻസറും എന്ത് തന്നെയാണ്? ഈ ബൈശാഖി ഫെസ്റ്റിവൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഞാൻ ഒന്നുകൂടി പറയാം. 1699 ഗുരു ഗോബിന്ദ് സിംഗ്, സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഫോം ചെയ്യുന്നു. സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് കൽസാ പന്ത് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇവന്റിനെ കോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനിയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബൈശാഖി ഫെസ്റ്റിവൽ ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏപ്രിൽ മന്ത് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. ബൈശാഖി ഫെസ്റ്റിവൽ ഏത് മാസം സെലിബ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ഏപ്രിൽ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ചു. 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നു അല്ലേ? നമുക്കറിയാവുന്ന കാര്യം. 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നു. ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്ന ടൈമിൽ പഞ്ചാബിൽ ഏത് ഫെസ്റ്റിവൽ ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്? ക്വസ്റ്റ്യൻ വന്നു. സോ അതിനും ആൻസർ എന്ത് തന്നെയാണ്? ബൈശാഖി ഫെസ്റ്റിവൽ തന്നെയാണ്. സോ ബൈശാഖി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. 1699 ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഫോം ചെയ്തു. സോ ആ ഒരു ഇവന്റിനെ കോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചാബിലെ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ടത് ബൈശാഖി ഫെസ്റ്റിവൽ ഏത് മന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏപ്രിൽ മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഓർക്കുക, 1990 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്ന ടൈമിൽ പഞ്ചാബിൽ ഏത് ഫെസ്റ്റിവൽ ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അതിനും ആൻസർ എന്താണ്? ബൈശാഖി ഫെസ്റ്റിവൽ ആണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. The Wangala festival is primarily celebrated in. Wangala festival celebrate ചെയ്യുന്നത് എവിടെയാണ്? വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മേഘാലയയിലാണ് കേട്ടോ.
വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മേഘാലയയിലാണ്. ഇനി വാങ്കല ഫെസ്റ്റിവൽ മേഘാലയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ ഫെസ്റ്റിവലിനെയാണ് 100 ഡ്രം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെസ്റ്റിവൽ ഈസ് നോൺ ആസ് 100 ഡ്രം ഫെസ്റ്റിവൽ. 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ വാങ്കല ഫെസ്റ്റിവൽ ആണ്. വാങ്കല ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ മേഘാലയ. 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചാലും വാങ്കല ഫെസ്റ്റിവൽ ആണ്. ഇനി കഴിഞ്ഞില്ല, ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നു. ഈ വാങ്കല ഫെസ്റ്റിവൽ അല്ലെങ്കിൽ 100 ഡ്രം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഗാരോ ട്രൈബ് ആണ് കേട്ടോ. ഗാരോ ട്രൈബ് ആണേ. അപ്പോൾ 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ വാങ്കല ഫെസ്റ്റിവൽ ആണ്. വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മേഘാലയയിലാണ്. ദെൻ അതിൻ്റെ കൂടെ ഓർക്കേണ്ടത് എന്താണ്? ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാരോ ട്രൈബ് ആണ് കേട്ടോ. GARO ഗാരോ ട്രൈബ് ആണ് വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തോളുക ബെഹ്ദിൻക്ലാം ഫെസ്റ്റിവൽ. ഓക്കെ, ബെഹ്ദിൻക്ലാം ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചാലും അതിനും ആൻസർ എന്ത് തന്നെയാണ്? മേഘാലയയിൽ തന്നെയാണ് കേട്ടോ. ബെഹ്ദിൻക്ലാം ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ചാൽ അതിനും ആൻസർ മേഘാലയയിലാണ്. പക്ഷേ ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ജയന്തിയാണ് കേട്ടോ. ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയന്തിയ ഗ്രൂപ്പ്. സോ ഇത് രണ്ടും ഓർത്തിരിക്കുക. വാങ്കല ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മേഘാലയ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് 100 ഡ്രം ഫെസ്റ്റിവൽ. Then it is celebrated by Garo tribe. അതിന്റെ കൂടെ തന്നെ പറയുന്നത് ബെഹ്ദിൻക്ലാം ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മേഘാലയയിലാണ്. ദെൻ ബെഹ്ദിൻക്ലാം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ജയന്തിയാണ്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് വേൾഡ് ലാർജസ്റ്റ് ക്യാമൽ ഫെയർ ഈസ് ഹെൽഡ് ഈച്ച് ഒക്ടോബർ അറ്റ് ഡാഷ് ഇൻ രാജസ്ഥാൻ. വേൾഡ് ലാർജസ്റ്റ് ക്യാമൽ ഫെയർ നടക്കുന്നത് എവിടെയാണ്? വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ക്യാമൽ ഫെയർ നടക്കുന്നത് രാജസ്ഥാനിലെ പുഷ്കറിലാണ് കേട്ടോ. രാജസ്ഥാനിലെ പുഷ്കറിലാണ് വേൾഡ് ലാർജസ്റ്റ് ക്യാമൽ ഫെയർ നടക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചോണേ, വേൾഡ് ലാർജസ്റ്റ് ക്യാമൽ ഫെയർ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? പുഷ്കറാണ്. ഓക്കെ. Ninth question. In which of the following cities of India the famous Elephant Festival is celebrated every year on the day of Holi? അത് ഹോളി ദിവസം അല്ലേ, എവിടെയാണ്, ഏത് സിറ്റിയിലാണ് എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്? എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് കേട്ടോ. ഓക്കെ, ഹോളി ദിവസം രാജസ്ഥാനിലെ ജയ്പൂരിലാണ് എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓക്കെ, ഇനി ഈ ഹോളി ഫെസ്റ്റിവൽ നമുക്കറിയാം എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ആണ് എന്ത്? ഹോളി ഫെസ്റ്റിവൽ. അപ്പോൾ എക്സാമിന് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നത് ഏത് ഫെസ്റ്റിവൽ ആണ് ഫഗ്വ എന്നറിയപ്പെടുന്നത്? അപ്പോൾ ഹോളി ഫെസ്റ്റിവലിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫഗ്വ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഹോളി ഫെസ്റ്റിവൽ. ദെൻ ഹോളി ഫെസ്റ്റിവലിനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫഗ്വ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഹോളി ഫെസ്റ്റിവൽ ആണ്. ഈ ഫഗ്വ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫൽഗുണ മന്താണ് കേട്ടോ. ഫഗ്വ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? ഫൽഗുണ മന്ത്. ഫൽഗുണ മന്തിലാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി എലിഫന്റ് ഫെസ്റ്റിവൽ രാജസ്ഥാനിലെ ജയ്പൂരിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് മരു മഹോത്സവ്. മരുമഹോത്സവ് അല്ലെങ്കിൽ ഡെസേർട്ട് ഫെസ്റ്റിവൽ. മരുമഹോത്സവ് അല്ലെങ്കിൽ ഡെസേർട്ട് ഫെസ്റ്റിവൽ രാജസ്ഥാനിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുമഹോത്സവ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഡെസേർട്ട് ഫെസ്റ്റിവൽ. ഇത് രാജസ്ഥാനിൽ എവിടെയാണ് ഹെൽഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ജയ്സൽമാറിലാണ് കേട്ടോ. എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്സൽമാറിലാണ്. രാജസ്ഥാനിലെ ജയ്സൽമാറിലാണ് ഏത് ഫെസ്റ്റിവൽ? മരുമഹോത്സവ് അല്ലെങ്കിൽ ഡെസേർട്ട് ഫെസ്റ്റിവൽ ഹെൽഡ് ചെയ്യുന്നത്. സോ അത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. In which part of India
ഇസ് ദ ഫെസ്റ്റിവൽ. മൊവാറ്റ്സു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മൊവാറ്റ്സു ഫെസ്റ്റിവൽ ഇത് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹോൺബിൽ ഫെസ്റ്റിവൽ പഠിച്ചിരുന്നു അല്ലേ? ആ ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലായിരുന്നു? നാഗാലാൻഡിൽ. അപ്പോൾ നാഗാലാൻഡ് സ്റ്റേറ്റിൽ തന്നെയാണ് മൊവാറ്റ്സു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൊവാറ്റ്സു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നാഗാലാൻഡ്. ഇനി കുറച്ച് ഫെസ്റ്റിവൽസ് ഒന്ന് ഓർത്തിരുന്നോ നാഗാലാൻഡിലെ? മോങ് മോങ് ഫെസ്റ്റിവൽ, ഇതെല്ലാം PYQ ചോദിച്ചിട്ടുള്ളതാണേ. മോങ് മോങ് ഫെസ്റ്റിവൽ, യെംഷെ ഫെസ്റ്റിവൽ, തുളുനി ഫെസ്റ്റിവൽ, സേക്രേനി ഫെസ്റ്റിവൽ, ഓക്കെ, സോക്കും സമായി, ഓക്കെ, ഇത്രയും ഫെസ്റ്റിവൽ കൂടി ഓർത്തിരുന്നോളുക. ഓക്കെ, മൊവാറ്റ്സു ഫെസ്റ്റിവൽ എവിടെയാണെന്ന് പറഞ്ഞു തന്നു? നാഗാലാൻഡിലാണെന്ന് പറഞ്ഞു തന്നു. അതിന്റെ കൂടെ ഇതുകൂടെ ഒന്ന് നോട്ട് എഴുതി വെച്ചേക്ക. മോങ് മോങ് ഫെസ്റ്റിവൽ, യെംഷെ ഫെസ്റ്റിവൽ, തുളുനി ഫെസ്റ്റിവൽ, സേക്രേനി ഫെസ്റ്റിവൽ, സോക്കും സമായി ഫെസ്റ്റിവൽ. ഓക്കെ, മൊവാറ്റ്സു ഫെസ്റ്റിവൽ എവിടെയാണ്? നാഗാലാൻഡിലാണ്. കൂടെ ഓർത്തിരിക്കേണ്ടത് മോങ് മോങ് ഫെസ്റ്റിവൽ, യെംഷെ ഫെസ്റ്റിവൽ, തുളുനി ഫെസ്റ്റിവൽ, സേക്രേനി ഫെസ്റ്റിവൽ, സോക്കും സമായി ഫെസ്റ്റിവൽ. ഓക്കെ, the 11th question, Gangaur is a famous festival of which of the following state of India? Gangaur festival celebrate ചെയ്യുന്നത് എവിടെയാണ്? ഗൺഗൗർ ഫെസ്റ്റിവൽ. ഓക്കെ, ഗൺഗൗർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനിലാണ് കേട്ടോ. ഗൺഗൗർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലാണ്. ഗൺഗൗർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഗൺഗൗർ ഫെസ്റ്റിവൽ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈത്ര മന്തിലാണ്. ഞാൻ ഈ ചൈത്ര ഫൽഗുണ എന്നൊക്കെ പറയുന്നത് ഹിന്ദു കലണ്ടറിലെ മന്താണ് കേട്ടോ. അപ്പോൾ ഗൺഗൗർ ഫെസ്റ്റിവൽ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അതിന് ആൻസറോ ചൈത്ര മന്താണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ലൊസൂങ് ഫെസ്റ്റിവൽ പോപ്പുലർ ഇൻ, ഇതും ഏതോ കണക്റ്റഡ് ഫാക്ട് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെയാണ് അല്ലേ? ലൊസൂങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലൊസൂങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് സിക്കിമിലാണ് കേട്ടോ. ലൊസൂങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമിലാണ്. ഓക്കെ, ഒരു 2 ഫെസ്റ്റിവൽ ഞാൻ പറയാം. വെസക് ഫെസ്റ്റിവൽ കേട്ടോ, വെസക് ഫെസ്റ്റിവൽ, അതുപോലെ സാഗാദവ ഫെസ്റ്റിവൽ. ഓക്കെ, വെസക് ഫെസ്റ്റിവലും സാഗാദവ ഫെസ്റ്റിവലും DAWA എന്നാണ്. വെസക് ഫെസ്റ്റിവലും സാഗാദവ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് സിക്കിമിലാണ്. ദെൻ ഒരു കാര്യം കൂടി പഠിക്കുക, ഈ 2 ഫെസ്റ്റിവലും ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഈ ഫെസ്റ്റിവൽ തന്നിട്ട് ഇത് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുമെന്ന് ചോദിക്കാം. സോ പഠിക്കുക ഏതൊക്കെയാണ്? വെസക് ഫെസ്റ്റിവലും അതുപോലെ സാഗാദവ ഫെസ്റ്റിവലും. 2 ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് സിക്കിമിലാണെന്നും 2 ഫെസ്റ്റിവലും ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതും പഠിക്കുക. ഓക്കെ, ഇതുപോലെ തന്നെയാണ് സഗേവ ഫെസ്റ്റിവൽ കേട്ടോ. സഗേവ ഫെസ്റ്റിവലും എവിടെ തന്നെയാണ്? സിക്കിമിൽ തന്നെയാണ്. അതും ഓർക്കുക, സഗേവ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാണെന്ന്? സിക്കിമിൽ തന്നെയാണെന്ന്. ഓക്കെ, വെസക് ഫെസ്റ്റിവല്, സാഗാദവ ഫെസ്റ്റിവല്, സഗേവ ഫെസ്റ്റിവല് എവിടെയാണ്? സിക്കിമില്. ഇതിൽ ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്ത 2 ഫെസ്റ്റിവലാണ് വെസക് ഫെസ്റ്റിവലും സാഗാദവ ഫെസ്റ്റിവലും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോന്നു. 13th question, വാട്ട് ഈസ് ഷിക്മോ? ഷിക്മോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോവയിലെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ് കേട്ടോ. സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഓഫ് ഗോവയാണ് ഏതെന്ന് പറയുന്നത്? ഷിക്മോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിക്മോത്സവം എന്ന് പറയുന്നത് ഗോവയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ്. ഇതുപോലെ തന്നെ ഗോവയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് സാവോ ജോവോ ഫെസ്റ്റിവൽ. ഓക്കെ, സാവോ ജോവോ ഫെസ്റ്റിവൽ അത് എവിടെയാണ്? സാവോ ജോവോ ഫെസ്റ്റിവലും ഗോവയിലാണ് കേട്ടോ. സാവോ ജോവോ ഫെസ്റ്റിവൽ എവിടെയാണ്? ഗോവയിലാണ്. അപ്പോൾ ഒരു തവണ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഈ സാവോ ജോവോ ഫെസ്റ്റിവലിന്റെ ടൈമിൽ നമ്മൾ പ്രസന്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഓപ്ഷൻസ്. സോ അതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നോളുക. സാവോ ജോവോ ഫെസ്റ്റിവലിന്റെ സമയത്ത് നമ്മൾ പ്രസന്റ് ആയിട്ട് കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. സാവോ ജോവോ ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? ഗോവയിലാണ്. ഈ സാവോ ജോവോ ഫെസ്റ്റിവലിന്റെ സമയത്ത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ഓർക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം.
Okay, the celebration of all the festival Ugadi, Bihu, Gudi Padwa, Puttandu, Vishnu, Vishu Sankranti marks which of the following event? ഇത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. ഗുഡിപഡ്വ എന്നൊക്കെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഉഗാദി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ന്യൂ ഇയർ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഒരു ന്യൂ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ന്യൂ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്? യുഗാദി, ബിഹു, ഗുഡിപഡ്വ, പുത്താണ്ടു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ഇതാണ്. The Madam Mayfi Festival is celebrated by which community? ഈ മേഡം മേഫി ഫെസ്റ്റിവൽ ഏത് കമ്മ്യൂണിറ്റി ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അതിനു മുന്നേ ഈ മേഡം മേഫി ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയാമോ? അത് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. മേഡം മേഫി ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് ആസാമിലാണ് കേട്ടോ. ഓക്കെ, മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആസാമിലാണ്. ഇനി ഇത് ആരാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ തായി അഹോം. ഓക്കെ, ഏത് കമ്മ്യൂണിറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ തായി അഹോം. മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമിലാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായി അഹോം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഇനി ഞാൻ 2-3 ഫെസ്റ്റിവൽ കൂടി പറഞ്ഞുതരാം. ആസാമിലെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ. അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ, ദെൻ ഉരുഗ ഫെസ്റ്റ്. അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ പഠിക്കുക, ഉരുഗ ഫെസ്റ്റിവൽ പഠിക്കുക. ഓക്കെ, ബഹു നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പം ദെൻ ഒരെണ്ണം കൂടി പഠിക്കുക, റോങ്കർ ഫെസ്റ്റിവൽ കൂടി പഠിക്കുക കേട്ടോ. അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ, ഉരുഗ ഫെസ്റ്റിവൽ, റോങ്കർ ഫെസ്റ്റിവൽ ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ആസാമിലാണ്. അതുകൂടാതെ പഠിക്കേണ്ടത് മേഡം മേഫി ഫെസ്റ്റിവലും എവിടെയാണ്? ആസാമിലാണ്. മേഡം മേഫി ഫെസ്റ്റിവൽ, ഉരുഗ ഫെസ്റ്റിവൽ, അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ, റോങ്കർ ഫെസ്റ്റിവൽ ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആസാമിലാണ്. മേഡം മേഫി ഫെസ്റ്റിവൽ ഏത് കമ്മ്യൂണിറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ തായി അഹോം കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. The Losar festival, quite popular in Arunachal Pradesh, is mainly celebrated by. സോ ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ലോസാർ ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പാണ്? മോൻബ ട്രൈബാണ് കേട്ടോ. ഓക്കെ, ലോസർ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മോൻബ ട്രൈബൽ ഗ്രൂപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് മാർക്ക് മകര സംക്രാന്തി ആസ് പൗഷ സംക്രാന്തി? നമ്മൾ ഈ മകര സംക്രാന്തി ഫെസ്റ്റിവലിനെ ഉണ്ടല്ലോ പല സ്റ്റേറ്റിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മകര സംക്രാന്തി ഫെസ്റ്റിവലിനെ പൗഷ സംക്രാന്തി എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ആൻസർ വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. മകര സംക്രാന്തി ഫെസ്റ്റിവലിനെ പൗഷ സംക്രാന്തി എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാൾ. ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള മകരസംക്രാന്തി ഒരു 2 ഫെസ്റ്റിവൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓർക്കേണ്ടത് പെഡ്ഡ പാണ്ഡുക. മകരസംക്രാന്തി ഫെസ്റ്റിവലിനെ പെഡ്ഡ പാണ്ഡുക എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ടത് ഉത്തരായൻ എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് മകരസംക്രാന്തി ഫെസ്റ്റിവലിനെ ഉത്തരായൻ എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ഗുജറാത്തുമാണ്. ഓക്കെ, മകരസംക്രാന്തി ഫെസ്റ്റിവലിനെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പൗഷ സംക്രാന്തി എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളാണ്. അതിന്റെ കൂടെ ഓർത്തിരിക്കുക മകരസംക്രാന്തി ഫെസ്റ്റിവലിനെ പെഡ്ഡ പാണ്ഡുക എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലും. ഉത്തരായൻ എന്ന് പറയുന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിലുമാണ്. മകരസംക്രാന്തി ഫെസ്റ്റിവലിനെ പൗഷ സംക്രാന്തി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പേരിൽ വെസ്റ്റ് ബംഗാളിലും, ഉത്തരായൻ എന്ന് പറയുന്ന പേരിൽ ഗുജറാത്തിലും, ദെൻ പെഡ്ഡ പാണ്ഡുക എന്ന് പറയുന്ന പേരിൽ ആന്ധ്രാപ്രദേശിലും സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, The unique festival of flowers, Bedukama, is a colorful and vibrant festival of dash and is celebrated by women with flowers that grow exclusively in each region. Bedukama Floral Festival എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? ഈ ബെദുകമ ഫ്ലോറൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ബെദുകമ ഫ്ലോറൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് തെലുങ്കാനയിലാണ് കേട്ടോ.
ബെദുഗമ ഫ്ലോറൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിലെ 2 ഫെസ്റ്റിവൽ കൂടി പഠിച്ചു വെക്കണം, റിപ്പീറ്റഡ് ആണ്, പറഞ്ഞുതരാം. ബൊനാലു ഫെസ്റ്റിവൽ. ഓക്കെ, ബൊനാലു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. അതുപോലെ തന്നെ മെദാരം ജദാര ഫെസ്റ്റിവൽ, മെദാരം ജദാര ഫെസ്റ്റിവൽ, ഇത് രണ്ടും തെലങ്കാനയിലാണ് കേട്ടോ. ബൊനാലു ഫെസ്റ്റിവലും മെദാരം ജദാര ഫെസ്റ്റിവലും അതുപോലെ തന്നെ ബെദുഗമ ഫ്ലോറൽ ഫെസ്റ്റിവലും ഇത് 3 എവിടെയാണ്? തെലങ്കാനയിലാണ്. ഏതൊക്കെയാ? ബെദുഗമ ഫ്ലോറൽ ഫെസ്റ്റിവൽ, ബൊനാലു ഫെസ്റ്റിവൽ, മെദാരം ജദാര ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആൻസർ തെലങ്കാനയിലാണ്. ഇനി മെദാരം ജദാര ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ഫെസ്റ്റിവൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 4 ഡേയ്സ് ഫെസ്റ്റിവൽ ആണ് കേട്ടോ. അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. മെദാരം ജദാര ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണെന്ന് ചോദിച്ചാൽ ആൻസർ 4 ഡേയ്സ് ഫെസ്റ്റിവൽ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ബെദുഗമ ഫ്ലോറൽ ഫെസ്റ്റിവൽ, ബൊനാലു ഫെസ്റ്റിവൽ, മെദാരം ജദാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തെലങ്കാന. മെദാരം ജദാര ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ഫെസ്റ്റിവൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 4 ഡേയ്സ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. The Thrissur Puram festival of Kerala is held dash at the Vadakkunathan temple in Thrissur town. Okay, തൃശ്ശൂർ പൂരം ഫെസ്റ്റിവൽ എങ്ങനെയാണ് നടക്കുന്നത്? ക്വാർട്ടർലി ഇവന്റ് ആണോ, ആനുവലി ആണോ, വീക്കിലി ആണോ, മന്ത്ലി ആണോ എന്ന് നമുക്ക് സുഖമായിട്ട് വേഗത്തിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞൂടെ? ആനുവലി അല്ലേ തൃശ്ശൂർ പൂരം നടക്കുന്നത്? ഓക്കെ, സോ അതിനി എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഷൊഗാത്സു ഈസ് എ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി? ഏത് രാജ്യത്താണ് ഷൊഗാത്സു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഷൊഗാത്സു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ജപ്പാനിലാണ് കേട്ടോ. ഷൊഗാത്സു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? ജപ്പാനാണ്. ഓക്കെ, ഷൊഗാത്സു ഫെസ്റ്റിവൽ ഏത് രാജ്യത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? ജപ്പാനിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ 20 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തെങ്കിലും അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റുകൾ കൂടി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ വീണ്ടും റിവൈസ് ചെയ്യുക, ഓർത്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.